2011 പുറത്തിറങ്ങിയ മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു പൊന്നാർ ശങ്കർ. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയാണ് ഈ സിനിമയുടെ കഥയും തിരക്കഥയും രചിച്ചത് എന്നൊരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. റിലീസ് പലപ്പോഴും നീട്ടി ആളുകളുടെ ക്ഷമ നശിച്ച ശേഷമാണ് സിനിമ തിയേറ്ററിലെത്തിയത്. ഭീമമായ ബഡ്ജറ്റായ സിനിമ പക്ഷേ രക്ഷപ്പെട്ടില്ല. കാസ്റ്റ് നോക്കാം. പ്രശാന്ത്, ജയറാം, രാജ് കിരൺ, നെപ്പോളിയൻ, സ്നേഹ, ഖുശ്ബു, നാസർ, പ്രകാശ് രാജ്, റിയാസ് ഖാൻ, നമ്മുടെ ക്യാപ്റ്റൻ രാജു വരെ സിനിമയിലുണ്ടായിരുന്നു. കൂടാതെ ദിവ്യ പരമേശ്വർ, പൂജ ചോപ്ര എന്നീ മോഡൽസിനെ നായികമാരാക്കുകയും അവരുടെ ഗ്ലാമർ ഒപ്പിയെടുക്കുകയും ചെയ്തു ഡയറക്ടർ ത്യാഗരാജൻ. നമ്മുടെ സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജൻ തന്നെ. പ്രശാന്തിനെ തിരിച്ചു കൊണ്ടുവരാനായി ഇതിൻ്റെ ഭീമമായ ബഡ്ജറ്റ് വഹിച്ചതും അച്ഛൻ ത്യാഗരാജൻ തന്നെയാണ്. പ്രശാന്തിനെ എന്നോ ആളുകൾ മറന്നു തുടങ്ങിയെന്നതും അന്നത്തെ പരിമിതികൾക്കുള്ളിലും നല്ലൊരു ചരിത്ര സിനിമ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്തതുമെല്ലാം സിനിമയ്ക്ക് വെല്ലുവിളികളായി. കേരളത്തിൽ ഇങ്ങനെയൊരു പടം വന്നതും പോയതും ആളുകൾ അറിയാൻ പോലും ചാൻസ് ഉണ്ടാവില്ല. കരുണാനിധിയുടെ ചാനലായ ഇസൈയരുവിയിലും കലൈഞ്ചർ ടിവിയിലും ഇതിനൊക്കെ മാരക പ്രൊമോഷനായിരുന്നു. ഇളയരാജയാണ് മ്യൂസിക് ഡയറക്ടർ. നല്ല 3 പാട്ടുകൾ സിനിമയിലുണ്ട്. ഇപ്പോൾ കാണുന്ന പ്രേക്ഷകന് സ്വാഭാവികമായും രാജാപ്പാട്ട് നാടകം പോലെ തോന്നും. അന്നത്തെ മേക്കിംഗ് ക്വാളിറ്റിയിൽ ഇതൊക്കെ മതിയായിരുന്നു. 2008 സ്റ്റാർട്ട് ചെയ്ത പടമാണ്. കരുണാനിധിയുടെ തന്നെ നോവലായിരുന്നു പൊന്നാർ ശങ്കർ. ഇപ്പോഴത്തെ ലെജൻഡ് ആക്ടേഴ്സിൻ്റെ എല്ലാം പെർഫോമൻസ് കാണാനും മൺമറഞ്ഞ ഒരു യുഗത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടവുമായി ഈ സിനിമയെ കാണാം. കരുണാനിധിയുടെ അവസാന സ്ക്രിപ്റ്റായിരുന്നു ഈ സിനിമ. സിനിമ കാണണമെങ്കിൽ കലൈഞ്ചർ ടിവിയോ അവരുടേതായ OTT പ്ലാറ്റ്ഫോംസും മാത്രമേ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ മറ്റു വഴികൾ തേടാം. ഇതൊരു അടിപൊളി സിനിമ എന്ന അർത്ഥമില്ല, പാളിപ്പോയ ഒരു ഹാർഡ് വർക്ക്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാവുന്നതാണ്.